ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നടന്ന് സ്പോട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ടതെല്ലാം പറ്റിക്കുക, വെള്ളം പറ്റിക്കുക, കൃഷിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബായ്. നമ്മൾ ഫസ്റ്റ് പുല്ലനെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യുക കേട്ടോ. ആദ്യത്തെ പുല്ലന ഷൂട്ടിലോട്ട് പോകാതെ. സ്ട്രൈക്ക് കിട്ടി കേട്ടോ. വെയിലില്ല, ഒരു മൂടിയ കാലാവസ്ഥ. അതാണ് ഈ ഇങ്ങനെ ഒരു മങ്ങലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, വലിച്ച് കരയ്ക്കോട്ട് കയറ്റാല്ല. ഒരു മീഡിയം സൈസൊക്കെയാണ്, വലിയ വലുപ്പമൊന്നുമില്ല. മതി, ഉള്ളതാട്ടെ. തീരെ ചെറുതല്ല. ഓക്കെ, നമുക്കടുത്ത എല്ലാവരും കിട്ടുമെന്ന് നോക്കാം. നമ്മൾ അടുത്ത പുല്ലിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്ട്രൈക്ക് കിട്ടിയേ. ഇച്ചിരി ലോങ്ങിലായിരുന്നു അവൻ. ആ സൈഡിൽ മുഴുവൻ കിടക്കുന്നുണ്ട്. എണ്ണപ്പായൽ പോലത്തെ ഒരു വള്ളിപ്പായൽ പോലത്തെ പായലാണ്. അതിനടിയിലോട്ട് കയറി കഴിഞ്ഞാൽ വലിക്കുമ്പോൾ നമ്മുടെ ഈ ലോക്കുള്ള ഡാറ്റ ആയതുകൊണ്ട് പായലോളം കൂട്ടി, അതുകൊണ്ട് സ്പീഡിൽ പെട്ടെന്ന് വലിക്കുകയായി. പായലിന് മേളിൽ കൂടെ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ അടിയിലോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ ആ പായൽ ഉൾപ്പെടെ പൊങ്ങിപ്പോരുള്ളൂ. ചിലപ്പം കീറിപ്പോവും. കറക്റ്റ് സെൻറ്ററിലൊന്നും അല്ല അടി കൊണ്ടിരിക്കുന്നെങ്കിൽ. ഇതിൻ്റെയൊക്കെ മുഖത്തടി ചുണ്ടിന് മേളിലായിട്ടാണെന്ന് തോന്നുന്നു. അത് എത്രയും കിടന്ന് കരക്കിട്ടിട്ട് പെടക്കുന്ന. മൊത്തം പുല്ലൻ ഷൂട്ടാണ് കേട്ടോ. വേറെ ഒരു മീനെയും കാണുന്നില്ല, പുല്ലിനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വെയിറ്റ് ചെയ്യാം. അടുത്ത പുല്ലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവനെ പൊട്ടിക്കാം നമുക്ക്. അതും നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ അടി കഴിഞ്ഞപ്പോൾ മീനെല്ലാം ചിരിച്ച് അങ്ങോട്ട് നടുക്കോട്ട് മാറാൻ തുടങ്ങി കേട്ടോ. അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ സൈഡിലോട്ട് വരുന്നുള്ളൂ. ഭയങ്കര കാറ്റും മൂടലും. ഒരു ഉദ്ദേശം വെച്ചൊക്കെ അടിക്കുന്നത്. മീൻ്റെ ഒരു നേടൊക്കെ കണ്ടിട്ടാണ് അടിക്കുന്നത്. ശരിക്കും കാണാൻ പറ്റുന്നില്ല മീനെ. ഇവിടെ കണ്ടം പറ്റിക്കുന്നതുകൊണ്ട്, പാടം പറ്റിക്കുന്നതുകൊണ്ട് ഇത് ഈ തോട്ടിലോട്ടാണ് വെള്ളം അടിച്ചിറക്കുന്നത്. കൃഷിക്ക് വേണ്ടിയിട്ടേ പാടം പറ്റിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ഊറക്കലക്കലും ഉണ്ട്. എല്ലാം നമുക്ക് എതിരായിട്ടാണ് വരുന്നത്. എന്നാലും നമ്മൾ അടിച്ച് കയറ്റും പുല്ലിന്. വന്നതല്ലേ, അഞ്ചാറെണ്ണത്തിനെ പിടിക്കാതിരിക്കാൻ പറ്റിയല്ലേ. എന്നാണല്ലോ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഈ പുല്ലൻ. ആൾക്കാർക്ക് ഇതിൻ്റെ മുള്ള് കാരണം ഒരു മടിയാണ് ഇത് കഴിക്കാൻ. ഒക്കെ അവനെ ചെയ്യേണ്ട രീതിക്കൊക്കെ നല്ല ക്ലീനായിട്ടൊക്കെ നാരങ്ങാ നീരൊക്കെ പുരട്ടി വരഞ്ഞ് തിരിച്ചു മറിച്ചും ക്രോസായിട്ടും വരഞ്ഞാൽ കിട്ടും നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോകാം.
സ്ട്രൈക്ക് കിട്ടി. എന്നും ഈ സിലോപ്പി വാളയെ മാത്രം അടിച്ചുകൊണ്ടിരുന്നാൽ മതി. ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു മടുപ്പാകുകയില്ലേ, വ്യൂവേഴ്സിന് അതൊരു മടുപ്പാകും. അടി കൊണ്ടിട്ട് മീൻ ബ്രൈഡായി കിടക്കുക കേട്ടോ. ഡാർട്ട് അവിടെ ആ പായല ഉടക്കി നിൽക്കുക, അതായത് ഇടുത്തി ചാടുന്നത്, പൊങ്ങി ചാടുന്നത്. നമ്മുടെ വ്യൂവേഴ്സിനെ ഒരു മടുപ്പ് വരും. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ ഏരിയ നിന്ന് മാറ്റി പിടിച്ച് പുല്ലൻ കിട്ടുന്നിടത്തോട്ട് വന്നതാണ്. പുല്ലനെ അടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പുല്ലനും വാഴയാണ് ഇവിടെ കൂടുതലും. പക്ഷേ ഇന്ന് വാഴയുടെ ആക്ടിവിറ്റി ഉണ്ട്. അങ്ങ് നടുക്കോട്ട് മാറിയ ഒന്നും കാണത്തില്ല, അതുകൊണ്ട് നമ്മൾ അടിക്കുന്നില്ല. സൈഡിൽ വല്ലതും കൈപ്പാങ്ങിന് വല്ലതും വരുവാണെങ്കിൽ അടിച്ചെടുക്കാം. അങ്ങനെയുണ്ടോ, കൊള്ളാം, അടിപൊളി. നമുക്ക് അടുത്ത ഒരു ഷൂട്ടിലോട്ട് അങ്ങ് പോകാം. ഓക്കെ, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ അടിക്കുമ്പോൾ ഇതിനകത്ത് കവണ പിടിക്കുന്ന കണ്ടോ, ഒരു 45 ഡിഗ്രി കവണ പിടിക്കുന്നത്. പക്ഷേ അത്രയും ചെരിച്ചല്ല കവണ പിടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ആരും അങ്ങനെ കവണ പിടിച്ചടിച്ചാൽ മീനെ കിട്ടുകയില്ല കേട്ടോ. അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ എടുക്കുമ്പം ആ ചെരിച്ച് പിടിച്ചിരിക്കുന്ന കവണ ഒത്തിരി ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത്രയൊന്നും നമ്മൾ ചെരിച്ചല്ല ആ കവണ പിടിക്കുന്നത്. 90 ഡിഗ്രി അല്ല, ലംബമായിട്ടല്ല പിടിക്കുന്നത്. ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഉള്ളൂ ആ കവണ നമ്മുടെ കയ്യിൽ നിന്ന് ചെരിയുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് കാണിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പം അങ്ങനെ പിടിച്ച് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടു വെച്ച് അങ്ങനെ പിടിച്ചൊന്നും അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മീനെ കിട്ടുകയില്ല കേട്ടോ. മീൻ വളരെ ഒത്തിരി വ്യത്യാസം മീൻ മാറിപ്പോവും. ഞാനത് എപ്പോഴും പറയണമെന്ന് ഓർത്തത് എല്ലാ വീഡിയോയ്ക്കകത്തും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഷൂട്ടിലോട്ട് അങ്ങ് പോവാം. ഈ ഷൂട്ടിനകത്ത് ആ കവണ പിടിച്ചേക്കുന്ന കണ്ടോ, അവിടെ അതിൽ നിന്നും കുറച്ചും കൂടെ നൂർന്നാണ് നമ്മൾ ശരിക്കും ആ കവണ പിടിക്കുന്നത്. ഈ മൊബൈൽ ഇങ്ങനെ ചെരിച്ച് വെച്ച് ഇതെടുക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഒരുപാട് പെടന്ന് ഒത്തിരി ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന. അങ്ങനെയൊന്നും നിങ്ങൾ അടിച്ചാൽ മീനെ കിട്ടുകയില്ല കേട്ടോ. സ്ട്രൈക്ക് കിട്ടി നമുക്ക് അവനെ ഇങ്ങോട്ട് കയറ്റാം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചോണം. ഗെയിമിങ്ങിൻ്റെ വീഡിയോ വല്ലതും ഇടണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അടിപൊളി ഒരു പുല്ല്. ആരും കമൻ്റൊന്നും ഇടുന്നില്ല, ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടാത്ത കേട്ടോ. ഗെയിമിങ്ങിൻ്റെ വീഡിയോയോ ബ്രൈഡ് കെട്ടിയെടുക്കുന്ന വീഡിയോയോ ഡബിൾ റവറോ സിംഗിൾ റവറോ ഏത് റവറായിക്കോട്ടെ, നമ്മൾ കെട്ടിയെടുക്കുന്ന വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ ചെയ്യാം. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. സ്ക്രീൻഷോട്ട് റീല് സർവീസ് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്കി ആരും ഒന്നും ചോദിക്കുന്നില്ല. ആ റീല് ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവശ്യമായി വന്നപ്പോഴത്തേക്കും ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോകാം കേട്ടോ. കൊള്ളാം, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വീഡിയോ ഇത് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഉടക്കം അടി കൊണ്ടിട്ട് ആ സൈഡിലോട്ട് അവൻ ഓടിപ്പോയി. എന്താ വാഴക്കച്ചിൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോയി ഉടക്കം. പോന്നു അടുത്ത് നണ്ട് അടി കൊണ്ടപ്പോഴാണ് ഒറ്റ ഓട്ടത്തിന് ആ വാഴക്കച്ചിയുടെ ഇടയിൽ കയറി. അടിപൊളി ഒരു പുല്ല്. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിരിക്കും ഇനി വരുന്നത്. ഞാൻ വാഹനെ ഉദ്ദേശിച്ചാണ് ഇവിടം വരെ വന്നത് തന്നെ. പക്ഷേ വാഹ നമ്മളെ കളിപ്പിച്ച് ഇല്ല. ഏറ്റവും സാധനമുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് നടുക്കോട്ട് മാറിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുകയില്ല, കാണത്തില്ല മീനെ. കണ്ടാൽ നമുക്ക് എത്ര ദൂരെയാണ് നമ്മൾ അടിക്കും. കിട്ടിയാൽ കിട്ടി, പക്ഷെ മീനെ കാണത്തില്ല. മൂടലാണ്, കലക്കലും മൂടലും
ഭയങ്കരമായിട്ട് മറിയുന്നതൊക്കെ കാണാം. നമുക്ക് അടുത്ത ഒരു ഷൂട്ടിലോട്ട് കൂടെ പോകാം. അത് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടി കയറി. ഡെഡായെന്ന് തോന്നുന്നു മീൻ. ഒന്ന് പിടച്ചിട്ട് കണക്കേ ഇല്ല. തലയ്ക്കാന്ന് തോന്നുന്നു അടിയുണ്ട്. ഓ തലയ്ക്ക. തലയിൽ കൂടെ കയറി അപ്പുറത്ത് പോയി. ഈ വീഡിയോ ലാസ്റ്റ് ഷൂട്ടാണ്. അതും ഒരു പുല്ലനാണ്. അടി കൊണ്ടിട്ട് പുല്ലൻ പട്ടച്ച് മാറുന്നതാണ്. ഇതൊരു ഭയങ്കര പണിയായിപ്പോയി. ആ വള്ളിപ്പായൽ മുഴുവൻ നിറഞ്ഞ് കിടക്കുക. അതിന് അടിയിലോട്ട് കയറിപ്പോയി അടിച്ചിട്ട്. ആ പായലിനോട് ചേർന്നാണ് വന്നിരുന്നത്. ആ വലിച്ചു കയറ്റുന്നതുണ്ടോ പായൽ ഒരു ലോഡാണ്. ഞാനവിടുത്തെ റൈഡും കൂടെ പൊട്ടിപ്പോവായിരിക്കും. ഒറ്റ ലോഡ് പായലുമായിട്ടാണ് കയറുന്നത്. ഇത് വെയിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, മൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ക്ലിയറൻസ് കുറവ്. അല്ലാതെ ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പമല്ല. നല്ല വെയിലുണ്ടെങ്കിലേ കാണത്തുള്ളൂ. ഉണ്ടോ ഒരു 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 പെട്ടിയാപ്പയ്ക്ക് ഒരു ആപ്പയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പോരുന്നില്ല, പൊട്ടിപ്പോകുന്ന ഞാൻ ഓർത്ത്. ഈ ലോക്കുള്ള ആർട്ടിട്ട് അടിച്ചാലുള്ള കുഴപ്പം ഇതാ. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ലോക്ക് ഇടാത്തതിട്ട് അടിച്ചാൽ മീൻ പറഞ്ഞു പോകും, ഊരിപ്പോവും വലിക്കുമ്പോൾ. ഇതുപോലെയുള്ള വയലിനകത്ത് വലിച്ചാൽ ഊരിപ്പോവും. ലോക്കുള്ളതിട്ട് അടിച്ചാൽ പുല്ലൻ്റെ കടിക്കുമ്പോൾ അടി കൊണ്ട് മീനിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഈ ഡാർട്ട് ചെയ്യുന്ന പുല്ലിനകത്ത് ലോക്കാവും. അതാണ് കൂടുതൽ. അല്ലാതെ ഇങ്ങനെ മീൻ ഓടി ചെല്ലുന്നതുകൊണ്ട് മീൻ ഓടി അടിയിലോട്ട് കയറുന്നതുകൊണ്ട് മാത്രം ഇതാകുന്നതല്ല. ഈ രണ്ട് കവര പോലെ ഓട്ടോമാറ്റിക് ഡാർട്ടല്ലേ, ഈ രണ്ട് കവര പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടന്ന് നിൽക്കുക. അടി മീനിട്ട് കൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടാൻ വലിക്കുമ്പോൾ ഈ ലോക്കങ്ങ് നൂറിന്നിട്ട് ഈ പായലോട്ട് കയറി അങ്ങ് ചുറ്റും. ഈ എന്ത് പെടാപ്പാട് പെട്ടെന്നറിയാം അതൊന്ന് വലിച്ച് കയറ്റാൻ. മീൻ പറഞ്ഞു പോകുമെന്ന് ഓർത്ത്. പക്ഷേ ലോക്കപ്പുറത്ത് കയറി അടി കൊണ്ടിട്ട് ഡാർട്ടങ്ങ് പോയതാണ്. അത് വലിച്ച് അത് ഡാർട്ട് ഊരി മീനിൻ്റെ ദേഹത്ത് കൂടെ ഊരി വന്ന് അവസാനം ആ ലോക്ക് മാത്രം വന്ന് ആ മീനിൻ്റെ ദേഹത്ത് വന്ന് മുട്ടി നിൽക്കുക. ഉണ്ടോ ഡാർട്ടൊക്കെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറം പോയത് അടി കൊണ്ട്. വലിച്ച് ആ കയറി പോയാൽ തുളയിൽ കൂടെ റിട്ടാൻ തിരിച്ച് വന്നിട്ട് അവസാനം ആ തുമ്പത്തെ ആ ലോക്കിൻ്റെ അവിടെ വന്ന് ആ മീനിൻ്റെ ദേഹത്ത് കൊണ്ട് നിൽക്കുക. അതും കൂടെ ഇല്ലേ ആ മീൻ ഊരിപ്പോവും. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനൊക്കെ ഇന്ന് കാണാം. ഇത്രയും പുല്ലനാണ്. 2, 4, 6, 8, 9 പുല്ലനുണ്ട്. അടിപൊളിയല്ലേ. 3-4 ഇച്ചിരി സൈസാണ്. ബാക്കിയൊക്കെ ഒരു മീഡിയം ടൈപ്പാണ്. ആ കുഴപ്പമില്ല, കൊള്ളിക്കാം. ഒരു പുല്ലൻ വീഡിയോ ആയിക്കോട്ടെ, ഒരു ചേഞ്ച്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മീനൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂട്ടുകാർക്കൊക്കെ ലൈക്ക് അടിച്ചേക്കണം, കമൻറ്റ് ഇട്ടേക്കണം. അപ്പം എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം. കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും. ചെയ്തവർക്കൊക്കെ പ്രത്യേകിച്ച് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഇനിയും തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം
നമുക്ക് ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ സൈൻ ഓഫ്.